ഹായ് ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മാമ്പഴക്കാലമല്ലേ, എങ്കിൽ പിന്നെ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതാണ്. സക്സസ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഒരു 5 മാങ്ങ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ആളനുസരിച്ച് ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടും, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ. അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. 1 സ്പൂൺ മുളക് പൊടി വേണ്ടാത്തവരാണെങ്കിൽ 1/2 സ്പൂൺ മുളക് പൊടി. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കും. ഇനിയിപ്പോൾ അടച്ച് വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് തിളച്ചിട്ട് ആ ഒരു മാമ്പഴത്തിലേക്ക് മുളകും മഞ്ഞളും ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. അപ്പോഴേക്കും നമുക്കൊരു അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2 പിടി തേങ്ങ, ഒരു 1/2 സ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടി, ഒരു 5 അല്ലെങ്കിൽ 4 കാന്താരി മുളക്, പിന്നെ കാന്താരി മുളകില്ലെങ്കിൽ സാധാ മുളക്, അതിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കും. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്ന് നമ്മളെ മാമ്പഴത്തിൻ്റെ കൂട്ടിലേക്ക് അരപ്പൊഴിച്ചെടുത്തിട്ടുണ്ട്. ആ ജാറിൽ തന്നെ നമുക്ക് ഒരു 1/2 കപ്പ് തൈര് ഒന്ന് മിക്സിയിൽ കറക്കിയെടുത്തിട്ട്, ആ ഒരു കട്ട ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടി ഒന്ന് കറക്കിയെടുത്തിട്ട് ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഈ ഒരു ടൈമിന് ഉപ്പൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് പോരെങ്കിൽ വീണ്ടും ഇടാം. പിന്നെ മാമ്പഴ പുളിശ്ശേരിയിൽ മാങ്ങയ്ക്ക് മധുരം കുറവാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ പീസ് ശർക്കര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ ഞാനെടുത്ത മാമ്പഴത്തിന് മധുരം ഉള്ളത് കൊണ്ട് ഞാനത് ഇടുന്നില്ല. ഇനിയിപ്പോൾ താളിപ്പൊഴിക്കാം. കടുക്, വറ്റൽമുളക്, ഉലുവ, കറിവേപ്പില ഇതിട്ട് ഇനിയിപ്പോൾ താളിപ്പൊഴിക്കാം. ഇങ്ങനെയാണ് താളിച്ചൊഴിക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവരും.